മാഷേ, ഈ ബംഗാളിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, ബംഗ്ലാദേശിൻ്റെ കാര്യം. കാരണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി വരികയാണ്. കലാപം കുറച്ചൊക്കെ ശമിച്ചു എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചത് ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ഒക്കെ ഈ കലാപക്കാർ തല്ലി തകർക്കുന്നതും അവരെ വലിയ രീതിയിൽ ഉപദ്രവിക്കുന്നതുമൊക്കെയാണ്. ഈ ഹസീനയുടെ പലായനം അവിടുത്തെ ഹിന്ദുക്കളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. കാരണം അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബംഗ്ലാദേശിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ ഈ ഹിന്ദു ന്യൂനപക്ഷമാണല്ലോ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂനപക്ഷം. ഹിന്ദു ന്യൂനപക്ഷത്തിന് അർഹമായ പരിഗണനയും മെമ്പർഷിപ്പും ഭാരവാഹിത്വവും ഒക്കെ ഉണ്ടായിരുന്ന ഒരേ ഒരു പാർട്ടി അവാമി ലീഗാണ്. അതുകൊണ്ട് ഇപ്പോൾ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പോകുന്നതിന് ശേഷം നടന്ന കലാപത്തിൽ 100ഓളം പേര് കൊല്ലപ്പെട്ടു. ഭീകരമായ കലാപമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ 440 പേരോ മറ്റോ ആണ് മാധ്യമ വാർത്തകൾ പറയുന്നത് ഇതുവരെയുള്ള കലാപത്തിൽ. അപ്പോൾ ഈ ഒടുവിൽ കൊല്ലപ്പെടുന്നതിൽ അത്ഭുതകരമായൊരു കാര്യം ഈ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നു. അതിൻ്റെ കാരണം രാഷ്ട്രീയം കൂടിയാണ്. ഈ ഹിന്ദുക്കളൊക്കെ തന്നെ ഈ അവാമി ലീഗിൻ്റെ ഭാരവാഹികളോ നേതാക്കളോ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷെയ്ഖ് ഹസീന പോകുന്നതോടുകൂടി അവർക്കൊരു മുസ്ലിം ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവർക്ക് മൊത്തത്തിലുള്ള ഒരു പൊതു മതേതര സ്വഭാവം, ജനാധിപത്യ സ്വഭാവം ഒക്കെ നഷ്ടപ്പെടുകയും ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടുകൂടി ഹിന്ദുക്കളെയും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെയും ഒക്കെ സവിശേഷമായിട്ട് പിടിച്ച് ആക്രമിക്കുകയും അതുപോലെ ഹിന്ദുവിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ, അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം അരാജകമാക്കി തീർക്കുക, അവരെ അവിടെ നിന്ന് ഓടിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട തീർച്ചയായിട്ടും അവിടുത്തെ മതമൗലികവാദികളുടെ കയ്യിൽ നേരത്തെ ഉള്ളതാണ്. പല കലാപങ്ങളിലും അത് കണ്ടതാണ്. ഇപ്പോൾ അത് നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്ന് വേണം കാണാൻ. അപ്പോൾ ഇപ്പോൾ ആശ്വാസകരമായൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവാമി ലീഗ് മുൻകൈയെടുത്തായിരിക്കണം എന്ന് ഞാൻ ഊഹിക്കുന്നു. അവർ മുൻകൈയെടുത്ത് ഇപ്പോൾ ഇന്നലെ വരെ അവാമി ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യം ഷെയ്ഖ് ഹസീനയെ രക്ഷിക്കുകയായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ താങ്ങി നിർത്തുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പ്രതിപക്ഷങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആക്രാമകമായ പ്രതിഷേധങ്ങൾക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗ് രംഗത്തിറങ്ങിയിട്ട് ജനങ്ങളും തമ്മിലുള്ള തെരുവ് യുദ്ധത്തിലേക്ക് പോയത്. അതാണ് ഇത്രത്തോളം സ്ഥിതിഗതികൾ വഷളായത്. അവിടുന്നാണ് പട്ടാളത്തിൻ്റെ കയ്യിലേക്ക് ഭരണം വരുന്നതും ഷെയ്ഖ് ഹസീനക്ക് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നതുമൊക്കെ. പക്ഷേ നീഡ് ഓഫ് ദി അവർ എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീന നാടുവിട്ടതിന് ശേഷമുള്ളൊരു സമയത്ത് എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശി ജനതയിലെ മതേതരവാദികൾ അവരിൽ നല്ലൊരു ശതമാനം അവാമി ലീഗിലുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് വിശ്വസിക്കാവുന്ന ഡാറ്റ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. എങ്കിലും ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്ന അവരുടെ ദൗത്യം മാറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ ചെയ്യുന്നത് ഇനി ഷെയ്ഖ് ഹസീനയെ അവർ രക്ഷിക്കേണ്ട കാര്യമില്ല. അവരിപ്പോൾ ഇന്ത്യയുടെ രക്ഷയിൽ കഴിയുകയും വല്ലാതെ വൈകാതെ കുറെ കൂടി നേതാക്കൾ അവിടെ എറിഞ്ഞു കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരോടൊപ്പം നിന്നവരെ അവിടെ എറിഞ്ഞു കൊടുത്തിട്ട് അവർ രക്ഷപ്പെട്ടോടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വേണമെങ്കിൽ അവർക്ക് ഷെയ്ഖ് ഹസീനയെ കുറ്റപ്പെടുത്താം. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സമയം കഴിഞ്ഞല്ലോ. അവർ രക്ഷപ്പെട്ടു പോരുകയോ ഇനി അവരുടെ രാഷ്ട്രീയമായ ഭാവി അതുകൊണ്ട് ഗുണമോ ദോഷമോ വരട്ടെ, അവർ കുറെ കൂടി സുരക്ഷിതമായൊരു മേഖലയിൽ എത്തിപ്പെടുമായിരിക്കാം. അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശി ജനത സമയത്തിനൊത്ത് ഉയർന്നിരിക്കുന്നു. അവരിപ്പോൾ ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് ദീർഘകാലത്തേക്ക് വലിയ ദുരന്തമായി തീരും സാമുദായികമായ കലാപം. പുറത്തു വരുന്ന വാർത്തകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ വാർത്തകൾ, കുറച്ചു പറഞ്ഞ ആശ്വാസകരമായ ആ വാർത്ത, അവിടുത്തെ ഹിന്ദു ദേവാലയങ്ങൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും വലിയ തോതിൽ മുസ്ലിം സമുദായത്തിലെ സംഘടനകൾ, മുസ്ലിം യുവാക്കളുടെ സംഘടനകൾ, മുസ്ലിം കൂട്ടായ്മകൾ, അതുപോലെ മുസ്ലിം മഹല്ല് കമ്മിറ്റികൾ ഒക്കെ ചെന്നിട്ട് ഈ സംരക്ഷണം നൽകുന്നു. സത്യത്തിൽ ഒരു കലാപഭൂമിയിൽ ഈ രണ്ട് തരക്കാർ ഉണ്ടാകും. അതിലേറ്റവും പലപ്പോഴും ഒരു കലാപം വന്നു കിട്ടിയാൽ കൊള്ളയടിക്കാമായിരുന്നു എന്ന് വെച്ചിട്ട് സമ്പത്തുള്ള വീടുകളൊക്കെ കണ്ടുവച്ചവരുണ്ടാവും. ഏതെങ്കിലും ഒരു ബാങ്ക് കൊള്ളയടിക്കാമായിരുന്നു. എല്ലാ കലാപത്തിലും അതുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരക്കാലത്ത് പോലും അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കലാപം നടന്നു കിട്ടിയാൽ കൊള്ളയടിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നവർ, ഒരു കലാപം നടന്നു കിട്ടിയാൽ അവിടെ എനിക്ക് ബലാത്സംഗം ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ച് നടന്ന സാമൂഹ്യദ്രോഹികൾ എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ അതാരെങ്കിലും ഒരു നാട്ടിൽ ഒരുത്തനുണ്ടായാൽ മതി, അവനായിരിക്കും അവിടുത്തെ ഈ പറയുന്ന എല്ലാ വിക്രയകളും ഒപ്പിക്കുന്നത്, അവനായിരിക്കും ഈ വൃത്തികേടുകൾക്കൊക്കെ ഏതാനും പേരായിരിക്കും. പക്ഷേ കലാപകാലത്ത്, കലാപത്തിന് ശേഷവും ചരിത്രമായി തീരുക അത്തരം ദുഷ്ടകൃത്യങ്ങളാണ്.
ഈ ന്യൂനപക്ഷങ്ങൾ, ഈ പറയുന്ന സാമൂഹ്യദ്രോഹികൾ അവരുടെ മനസ്സിലുള്ള ക്രിമിനൽ വാസന പുറത്തെടുക്കാൻ അരാജകമായ അരക്ഷിതമായ ഒരവസ്ഥ വന്നപ്പോൾ അവർ ചെയ്യുന്നതാണ്. എപ്പോഴും അവർക്കാണ് മുൻകൈ കിട്ടുക. ഒരു കലാപം നടന്നപ്പോൾ എത്ര പേരെ കൊള്ളയടിച്ചു, എത്ര ബലാത്സംഗങ്ങൾ നടന്നു, അതൊക്കെയാണ് വരിക. പക്ഷേ ബംഗ്ലാദേശികൾ അവരുടെ മാതൃക മറ്റൊന്നാക്കി തീർത്തിരിക്കുന്നു. അവരിപ്പോൾ ചെയ്യുന്നത് അവിടുത്തെ ഹിന്ദുക്കളെ രക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ബാധ്യത. അതാവുമ്പോൾ ചിത്രം മാറും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് ഈ സമയത്ത് അങ്ങേയറ്റം ഒരു സുരക്ഷിത ബോധം വേണം. അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ ഞങ്ങളെ ഇപ്പോഴും രക്ഷിക്കും, ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു ബോധം വരും. രണ്ട്, കലാപത്തിൽ ഇത്തരം പോസിറ്റീവായ എലമെന്റ്സ് എല്ലാ കലാപത്തിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന് വാർത്താ പ്രാധാന്യം കിട്ടാറില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളുടെ മത്സരം കുറെ കൂടി ജാഗ്രത പാലിക്കുന്നതുകൊണ്ടോ എന്നറിയില്ല, ആശ്വാസകരമായി ഈ വാർത്ത ലോകം മുഴുവൻ എത്തുന്നു. ഇപ്പോൾ രാഹുൽ ഈശ്വർ കുറച്ചു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടു ഞാൻ. ഇതിനു വേണ്ടി മാത്രം ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ അടുത്ത വിഷയം അതാണ്. ഞാൻ പറയുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പോൾ അതൊരു നല്ല വാർത്തയാണ്. അപ്പോൾ ഇതിന് മാത്രമല്ല അത്ഭുതകരമായ ചില വാർത്തയുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, സത്യം. അതൊരു ഡെമോഗ്രാഫിക്കലി ഉണ്ടായിത്തീർന്നതാണ്. മാത്രമല്ല 47 ഈ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും 2 പ്രദേശങ്ങൾ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് പാകിസ്ഥാൻ ആയത് 71 അവർ വിട്ടുപോയി. അപ്പോഴും ബംഗ്ലാദേശിലും മുസ്ലിം ഭൂരിപക്ഷമാണ്, പാകിസ്ഥാനിലും മുസ്ലിം ഭൂരിപക്ഷമാണ്. അതിനർത്ഥം അവിടെ ന്യൂനപക്ഷങ്ങൾ ഇല്ല എന്നല്ല. ആ ന്യൂനപക്ഷങ്ങളിൽ വിഭജനകാലത്ത് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറേ മുസ്ലിങ്ങൾ, ഇപ്പോൾ കൽക്കത്തയിൽ നിന്ന് കുറേ മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, അപ്പുറത്ത് കുറേ ഹിന്ദുക്കൾ ഇങ്ങോട്ടും വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊരു താൽക്കാലിക പ്രതിഭാസം ആവണമല്ലോ, ആയിരുന്നു. പിന്നീട് അത് തുടർച്ചയായി ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല, ഇന്ത്യയിലെ മുസ്ലിം വേട്ട, അങ്ങനെ കുറേ കാലത്തേക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ അത് അവസാനിക്കുകയും ഇപ്പോൾ കാണുന്ന വാർത്തകൾ നൂറുകണക്കിന് ഒരു പ്രദേശത്തെ കുറിച്ചുള്ള ഒറ്റ പ്രദേശത്ത് 100-ലേറെ ക്ഷേത്രങ്ങൾ, ആലോചിച്ച് നോക്കൂ, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ചില സത്യസന്ധമായ വിവരങ്ങൾ, ക്രിസ്ത്യൻ ചർച്ചുകൾ, ഹിന്ദു ദേവാലയങ്ങൾ തല്ലി തകർക്കുമ്പോഴും അതിന്റെ ഇടയിൽ നിന്ന് വരുന്ന ഇത്തരം സത്യങ്ങൾ നമ്മൾ കാണാതെ പോകാനും തല്ലി തകർക്കാൻ ഏതെങ്കിലും സാമൂഹ്യ ദ്രോഹികൾക്ക് ഒരു കലാപകാലം വിനിയോഗിക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നു. എന്താണത്? ഇത്രയും കാലം ആലോചിച്ച് നോക്കൂ, 47 തൊട്ട് ഇപ്പം ഇത്രയും കാലം സ്വാതന്ത്ര്യം കിട്ടിപ്പോയിട്ട് 78 കൊല്ലമായി. ആ 78 കൊല്ലമായിട്ട് കേടുപാടൊന്നും കൂടാതെ ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥം. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു നല്ല മുഖം കൂടി പുറത്തു വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് ആശ്വാസകരമായ നമ്മുടെ ഈ ദുരന്ത വാർത്തകൾക്കിടയിൽ, കലാപ വാർത്തകൾക്കിടയിൽ ഈ നെഗറ്റീവ് വാർത്തകൾ കണ്ടു മടുക്കുമ്പോൾ ആശ്വാസകരമായ തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ബംഗ്ലാദേശും ഈ വയനാടും ഒക്കെ ആവുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ദുരന്ത മൂടാണ്. ഞാനിപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അവർക്കൊക്കെയാണല്ലോ ഈ സമയത്ത് നമുക്ക് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നും. അതേ സമയത്ത് ഇപ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി കാവലിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട്. അതൊരു സന്തോഷകരമായി ഏത് മനുഷ്യൻ്റെ ഉള്ളിലും കുളിര് കോരി ചൊരിയുന്നൊരു വാർത്തയാണത്. ആ വാർത്തയോട് ഐക്യപ്പെട്ടുകൊണ്ട് ആ സഹോദരങ്ങളോട്, ആ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അതിവേഗത്തിൽ അവിടെ ശാന്തി വരട്ടെ. കലാപം മുഹമ്മദ് യൂനുസിന് അത്തരം ഒരു ശാന്തി കൊണ്ടുവരാൻ കഴിയും എന്ന് മുഹമ്മദ് യൂനുസിന് എത്രത്തോളം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭരിക്കുന്ന ഒരു പാവ പോലെയുള്ള ഒരു സർക്കാർ ആയിരിക്കാം. ചിലപ്പോൾ അമേരിക്ക ചരട് ഭരിക്കുമ്പോൾ ആ ചരടിനൊത്ത് ചലിക്കുന്ന പാവയായിരിക്കാം യൂനുസ് മുഹമ്മദ് എന്ന് നമുക്ക് പറയാതിരിക്കാനും കഴിയില്ല. മുഹമ്മദ് യൂനുസിന്റെ ഒരു പാരമ്പര്യവും അദ്ദേഹത്തിന്റെ പശ്ചാത്തലവും അതാണ്. മുഹമ്മദ് യൂനുസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നോബൽ പ്രൈസ് തൊട്ട് അതിന് മുമ്പും ഒക്കെ തന്നെ ഒരു അമേരിക്കൻ പാവയായി അനുവർത്തിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ, രാഷ്ട്രീയ നയങ്ങളൊക്കെ അതാണ്. ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് എന്നും അവരെതിരായിരുന്നു. ഷെയ്ഖ് ഹസീനയ്ക്കെതിരായി അവിടെ കലാപം കൂട്ടിയ, അമേരിക്കൻ സഹായത്തോടു കൂടി പലപ്പോഴും കലാപം കൂട്ടിയ എല്ലാ തീവ്രവാദികൾക്കും അദ്ദേഹം അനുകൂലമായിരുന്നു താനും. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമെന്ന്, ഇനി അദ്ദേഹത്തിന് നയം മാറുമോ, ബംഗ്ലാദേശിനെ കുറെ കൂടി നയപരമായ രീതിയിൽ മുന്നോട്ട് സമാധാനത്തോടെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. പഴയ ഈ ശാസ്ത്രജ്ഞനുണ്ടല്ലോ, നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ആ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മുഹമ്മദ് യൂനുസിനെ മുന്നിൽ വെച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അതും അമേരിക്കയുടെ ഒരു അജണ്ടയാണ്. അവിടെ അതുവഴി കുറേ പേർക്ക് ദാരിദ്ര്യത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതും തീർച്ചയായിട്ടും അത് ഉണ്ടായിരിക്കാം. പക്ഷേ ആ അജണ്ട തീർച്ചയായിട്ടും വെസ്റ്റേൺ ആണ്. ആ അജണ്ടയുടെ പരിണത ഫലമായിട്ട് ഇപ്പോൾ അവിടെ നാടാകെ കലാപം ഉണ്ടായി.
കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. അന്ന് തന്നെ തുടങ്ങിയ കലാപമാണ്, ഇപ്പോൾ തുടങ്ങിയതല്ല, കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയ കലാപമാണ്. മൂർധന്യത്തിലെത്തിയത് ഇപ്പോഴാണ്. ഏതായാലും സംവരണം എന്നൊക്കെ പറയുന്നത് അതിനൊരു കരുവായി കിട്ടിയതാണ്. അവിടുത്തെ രാഷ്ട്രീയ സംവരണം എന്നോ കലാപമുണ്ട്. സത്യത്തിൽ 1971 തൊട്ടുണ്ടായതല്ലേ. 50-55 കൊല്ലമായിട്ട് ഇല്ലാത്തൊരു കലാപം സമീപകാലത്ത് വലിയ തോതിൽ ആളിക്കത്തിയെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ബാഹ്യശക്തിയുണ്ട്. അതിൽ മുഹമ്മദ് യൂനുസിനും പങ്കുണ്ടാവണം. പക്ഷേ അദ്ദേഹം ഇനി അത് സ്വന്തം നാടിന് വേണ്ടി ഈ വിദേശ രാജ്യങ്ങളുടെ ദാസ്യപ്പണി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം നാട്ടിലെ ജനങ്ങളെ പിന്തുണക്കണമെന്ന് അദ്ദേഹം തോന്നിയിട്ട് രാജ്യത്ത് സമാധാനപൂർണ്ണമായൊരു ഭരണം വേണമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അത് സമ്പദ് ശാസ്ത്രത്തിന്, സയൻസിനും ഈ സാമ്പത്തിക ശാസ്ത്രത്തിനും അപ്പുറത്ത് ഒരു രാഷ്ട്രതന്ത്രമായി അദ്ദേഹത്തിന് മാറ്റാൻ കഴിഞ്ഞാൽ നല്ലത്. നമുക്ക് പ്രതീക്ഷ വെക്കാം. തീർച്ചയായിട്ടും ചില പ്രതീക്ഷകളാണല്ലോ രാജ്യത്തെയും വ്യക്തികളെയൊക്കെ നയിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബംഗ്ലാദേശിന്റെ ഒരു സമാധാന കാലത്തിന് വേണ്ടി നല്ലൊരു രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയും കാത്തിരിക്കാം. തീർച്ചയായിട്ടും. നന്ദി മാഷേ.